ഇപ്പോൾ ക്രിക്കറ്റിൽ ഒരുപാട് ടെക്നോളജികൾ ഇപ്പം ഈ 2003 അമ്പയറിങ് തുടങ്ങിയത്. ഈ 2026 ഒരുപാട് ടെക്നോളജികൾ മാറി. ഇപ്പം സ്നിക്കോ വന്നു, DRS വന്നു. ആ ഒരു പ്രോസസ്സ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോൾ ഒരു 6 അടിക്കുകയാണെങ്കിൽ അത് ഇത്ര മീറ്റർ താണ്ടി എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഞാൻ 2003 ഞാൻ അമ്പയറിംഗ് തുടങ്ങുമ്പോൾ തന്നെ TV അമ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. TV അമ്പയറിംഗ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് 90s 94 96 ആ ടൈമിലാണെന്ന് തോന്നുന്നു. ആദ്യത്തെ വിക്കറ്റ് പോയിട്ടുള്ള സച്ചിന്റെ റൺഔട്ടാണ് ആദ്യം നോക്കിയിട്ടുള്ളതെന്നൊക്കെ എൻ്റെ ഒരു അറിവ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ അപ്പൊ അതിനു മുന്നും തേർഡ് അമ്പയർ ഇല്ലാണ്ടും മാച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജി വരുന്നതിനനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും, അത് വരും. കാരണം കളിയുടെ നല്ലതിനാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിപ്പോ ഫുട്ബോളിൽ വാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ റിവ്യൂ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം വെറുതെ ഫൗൾ കൊടുക്കുന്നു അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കുന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഒരു ഗെയിമിന് നല്ലതാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമാണ്. അല്ല, ഞാൻ ചോദിച്ചത് പിന്നെ ഇതിനൊപ്പം തന്നെ ഒരു നോർമലി പലർക്കും ഉള്ളൊരു സംശയം ഇതാണ്. അതായത് വൈഭവ് സൂര്യവംശി ഒരു 6 അടിച്ചു, അതപ്പോൾ അപ്പം തന്നെ അതിൻ്റെ പിന്നെ ഇത് ഇത്ര മീറ്റർ 90 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ടെക്നോളജിയുടെ ആ ടെക്നോളജി ഫിസിക്സ് ആണ്. നമ്മൾ ഇത്രയും പരാബോളയിൽ ഇത്രയും ഹൈറ്റിൽ ബോൾ പോവുകയാണെങ്കിൽ അത് എത്ര ദൂരം പോകും എന്നുള്ളത് ഒരു അസസിയാണ്. അത് ഒരു ട്രാക്കിംഗ് ആണ്. അതിപ്പോ DRSന്റെ ഇതുപോലെ തന്നെ ബോൾ ട്രാക്കിംഗ് വെച്ചിട്ടും അവരുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് ആ ക്യാമറയുടെ ഇത് വെച്ചിട്ടും ഈ ആംഗിള് അടിച്ചതിന്റെ ആംഗിളും വെച്ചിട്ടാണ് അവർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഒരു സിമ്പിൾ ഫിസിക്സ് ആണ്. അത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് 91.5 ആണോ 92 ആണോ അവര് മാക്സിമം അവരുടേതായ രീതിയിലുള്ള ആക്യുറസിയാണ്. ഒരു 99% ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. കാരണം നമ്മൾ വന്ന് വീഴുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളും കാണുന്നതാണ് മാച്ചിൽ. അപ്പൊ അത് നമ്മൾ റീപ്ലേയിൽ പോയി കാണുമ്പോൾ ഇത്രയും മീറ്റർ അത് ശരിയാണ്, ഇത്രയും മീറ്റർ ഉണ്ട്. കാരണം ബൗണ്ടറി 3 മീറ്റർ ആണ്, നമുക്ക് ഏതാണ്ട് അക്യുറേറ്റ് ആയിരിക്കും. ഏതാണ്ട് അക്യുറേറ്റ് ആണ് അത്. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ അറിയാം. അവൻ ഇപ്പൊ എന്താ വെച്ചാൽ ചില ഗ്രൗണ്ടുകൾ ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് 70 മീറ്റർ ഉണ്ടാവും, ചില ഗ്രൗണ്ട് 75 മീറ്റർ ഉണ്ടാവും, ചില ഗ്രൗണ്ടുകൾ 78 മീറ്റർ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഇവൻ അടിക്കുന്ന 6 എല്ലാ ഗ്രൗണ്ടിലും 6 ആണെന്നുള്ളത് നമുക്കൊരു ബോധ്യം വരും. ചിലത് നമുക്ക് ചിലപ്പോൾ തൊട്ടടുത്ത് പിന്നെ അത് ഈ ഗ്രൗണ്ട് ആയ കാരണമാണ് 6 ആയത്, വേറെ ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ക്യാച്ച് ആയനെ എന്നൊരു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കറക്റ്റ് അവർ ആ മീറ്റർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയൊരു 6 ആണ് അടിക്കുന്നത്, ഇത്രയും പവറിലാണ് അടിക്കുന്നത്. അപ്പൊ അതും ഒരു പ്ലെയർ എന്ന രീതിയിൽ, ഒരു കാണികൾ എന്ന രീതിയിൽ അതൊരു ഭയങ്കര ഒരു ആകാംക്ഷ, എത്ര ദൂരം പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് ഈ 2003 തൊട്ട് ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറേ സംഭവങ്ങൾ, ഇപ്പം ഈ 6ന്റെ ദൂരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, ഒരു ബോളറുടെ വേഗത എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ സ്നിക്കോ അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കുന്നു, ബോളിൻ്റെ ഡീവിയേഷൻ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. മൊത്തത്തിൽ പിന്നെ ഒരു പന്ത് എത്ര ഉയരത്തിലേക്ക് പോകുന്നു, ആ ക്യാച്ച് എത്ര ദൂരം ഓടിയിട്ടാണ് നമ്മൾ പിന്നെ ആ ക്യാച്ച് എടുത്തത് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. ഒരുപാട് ടെക്നോളജി ഒരുപാട് വികസിച്ചു. അപ്പോൾ അത് മാത്രമല്ല ഈ ബാറ്റിൻ്റെ അളവെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ IPL ഈ ബാറ്റിൻ്റെ ലെങ്ത് എത്രയാണ്. ഇപ്പം ടോണി തന്നെ ഈ വൈഭവിൻ്റെയൊക്കെ ബാറ്റ് പരിശോധിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് നമ്മൾ പണ്ട് റാൻഡം ആയിട്ടായിരുന്നു ചെക്ക് ചെയ്തിരുന്നത്. പക്ഷെ പലരും സൈസ് മാറിയിട്ടുള്ള ബാറ്റുകൾ യൂസ് ചെയ്തതിന് ശേഷം അത് സൈസ് കൂടുതലാണ് എന്ന് പറയുന്ന കംപ്ലൈന്റിനേക്കാളും നല്ലത് ആദ്യമേ പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ ബാറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പലരും ബാറ്റ് അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകാതെ ബാറ്റ് മാറ്റിയിട്ടുണ്ട്. 1-2 വലിയ ഗേജ് ആണ്. അത് ഇത്ര അളവിനുള്ള ഒരു ഇത് ഇത്ര സൈസാ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗേജ് ആണ് നമ്മൾ ഓൾറെഡി ആ മെറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. IPL മാത്രമാണോ അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് IPL നമ്മൾ എല്ലാത്തിലും ഈ അളവിലുള്ള ബാറ്റേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അത് നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്യാറുള്ളൂ. നമ്മളിപ്പം ഡൊമസ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സംശയം തോന്നിയാൽ മാത്രമേ ചെക്ക് ചെയ്യാവുള്ളൂ. പക്ഷേ IPL ഇത് എല്ലാവരുടെയും ബാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഒരു കമ്പൽസറി ആക്കി. അത് നല്ലൊരു കാര്യമാണ്. ഇടയ്ക്ക് മാത്യു ഹെയ്ഡൻ മംഗൂസ് ബാറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിരുന്നു കളിക്കാൻ. അപ്പൊ അതിനുശേഷമാണ് പുതിയ MCC ലോല തന്നെ പുതിയ ബാറ്റ് എങ്ങനെയായിരിക്കണം, ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള ബാറ്റുകളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അതിന് ശേഷമാണ് സത്യത്തിൽ. ഇപ്പം മംഗൂസ് ഉപയോഗിക്കാനേ പറ്റില്ല. ഇല്ല ആ നിയമം മൊത്തം അതിന് ബേസിക് ഇതുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഹാൻഡിൽ ഇങ്ങനെ ആയിരിക്കണം, ബാറ്റ് വുഡൻ ആയിരിക്കണം, ബാറ്റിന്റെ സൈസ് ഇത്രയായിരിക്കണം, വിഡ്ത്ത് ഇത്രയായിരിക്കണം, അതിന്റെ ഡെപ്ത് ഇത്രയേ പാടുള്ളൂ എന്നുള്ളതിന്റെ ഇത്. പിന്നുള്ളത് ഈ ഇമ്പാക്ട് പ്ലെയർ റൂളാണ്. അപ്പം പിന്നെ സച്ചിൻ തന്നെ കഴിഞ്ഞ ഈ IPL ശേഷം പറഞ്ഞു അതൊരു പിന്നെ പലരെയും തളർത്തുന്ന ഒരു റൂളാണ്. അതായത് ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഓൾറൗണ്ടർമാരുടെ ഒരു അന്ത്യം എന്നുള്ള ലൈനിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ റൂളിനെ പറ്റി IPL മാത്രമാണ് ഈ റൂളിലെന്ന് തോന്നിപ്പോൾ. ഈ IPL വന്നതോടുകൂടിയിട്ട് ഒരുപാട് പ്ലേയേഴ്സിനാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു കുട്ടി ഇപ്പോൾ നമുക്ക് ഒരു അക്കാഡമി ഉണ്ട്, ക്രിക്കറ്റിലെ അക്കാഡമിയിൽ കോച്ചിങ്ങിന് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ കയറുമെന്ന് പറഞ്ഞാൽ 15 ടീമിൽ വരണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൊല്ലം ടീം മാറുമൊന്നുമില്ല. നല്ല പെർഫോമൻസ് ആണെങ്കിൽ ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് വരികയാണെങ്കിൽ ഒരു 3 കൊല്ലത്തേക്ക് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയില്ല എന്ന് തന്നെ വരാം. പല ഘട്ടങ്ങളിലും ഇന്ത്യൻ ടീമിൽ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ നമ്മളൊരു ഇന്ത്യയിലത്തെ ഒരു 15 പെടുക എന്നുള്ളതായിരുന്നു ഈ IPL 2008 മുന്നേ. ഇപ്പൊ ശ്രീശാന്ത് ഒക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആയതാണ്, ശ്രീശാന്ത്, ടിനി യോഹൻ. പക്ഷെ 2008 ശേഷം നമുക്ക് ഈ ഒരു ടീമിന് പകരം നമുക്ക് 8 ടീമായി. ഇപ്പൊ അത് 10 ടീമായി. അപ്പൊ ആ 10 ടീമിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവാൻ നോക്കുകയാണെങ്കിലും നമ്മളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആവാൻ നോക്കുകയാണെങ്കിലും IPL വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരു IPL മാച്ച് അല്ലെങ്കിൽ ഒരു IPL സീസൺ അല്ലെങ്കിൽ ഒരു 4-5 സീസൺ കളിച്ചാൽ തന്നെ അവനൊരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ട് മാറാനും പറ്റും. അത്രത്തോളം ഫിനാൻഷ്യൽ ബാക്കപ്പും കിട്ടും IPL കളിക്കുമ്പോൾ. അപ്പൊ ഇതെല്ലാം കൊണ്ടും എല്ലാവരും ഇപ്പോൾ ഒരു ഫ്യൂച്ചർ നോക്കുന്നത് 10 ടീമിൽ ഒരാളാവും. അതായത് ഒരു സ്ക്വാഡിൽ മിനിമം ഒരു 25 പ്ലേയേഴ്സ് തൊട്ട് 30 പ്ലേയേഴ്സ് വരെ ഉണ്ടാവും. അപ്പൊ ഒരു ആവറേജ് കളിക്കട്ടെ വേണ്ടിയാൽ നമുക്ക് 250 പ്ലേയേഴ്സിൽ ഒരു പ്ലെയർ ആവാൻ ഉള്ള ഒരു സാഹചര്യം, പ്രോബബിലിറ്റി കൂടി. 15 നിന്നും 250 എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അത് എല്ലാ കൊല്ലവും ഉണ്ട്, ഇത്രയും മാച്ചസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പ്ലേയേഴ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു ടൂർണമെന്റില് ഒരു പ്ലെയറേയും കൂടി കളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. 11 പ്ലെയറുടെ സ്ഥലത്ത് 12 പേര് കളിക്കുക. അപ്പൊ നമ്മളൊരു കാൽക്കുലേഷൻ, ഞാൻ മാക്സ് കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ ഒരു 10 മാച്ച് കളിക്കുകയാണെങ്കിൽ, ആ ടീം കളിക്കുകയാണെങ്കിൽ 120 പ്ലെയേഴ്സിന് ചാൻസ് ആയി. അതായത് ഒരു മാച്ചിൽ 12 പ്ലെയർക്കാണെങ്കിൽ 120 സ്ലോട്ട് ചാൻസ് ഉണ്ട്. മറ്റേതാകുമ്പോൾ 110. അപ്പൊ 10 സ്ലോട്ട് കൂടുകയാണ്. അപ്പൊ 14 ലീഗ് മാച്ചാണ് കളിക്കുന്നത്. അപ്പൊ 14 സ്ലോട്ട് കൂടുകയാണ്. അപ്പൊ അത്രയും പ്ലെയേഴ്സിനെ ആ ഒരു 12 ഇറക്കാം, പുതിയ പ്ലെയേഴ്സിനെ പരീക്ഷിക്കാം. അവർക്ക് ബാറ്റിംഗ് മാത്രമാണ് കഴിവെങ്കിൽ ബാറ്റിംഗ് ഒന്ന് നോക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഓൾറൗണ്ടേഴ്സിനെ അവിടെ ഇല്ലാണ്ടാക്കിയാണെങ്കിലും ഓൾറൗണ്ടേഴ്സിനും അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് 2 രീതിയിലും അവർക്ക് പെർഫോം ചെയ്യും. ഒരു പ്ലെയർ മാത്രമാണല്ലോ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കയറ്റുന്നത്.